ദൈവത്തിന് മഹത്വം. ഈ രാത്രിയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്കായി ഞാൻ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. ട്രിവാൻഡ്രം ബ്രദർ ആൻഡ് ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിംഗിൽ എളിയവനായ എനിക്കും വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച അനുകൂല സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൽ ആദരണീയനായ മാമൻ കുര്യൻ അങ്കിളിനോടും പ്രിയ സഹോദരൻ പിന്നി വി ജോണിനോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില സൂം പ്ലാറ്റ്ഫോമുകളിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്നെ പരിചയമില്ലാത്ത പലരും ഒരുപക്ഷെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത് കൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ജനനം കൊണ്ട് കോട്ടയം ജില്ലക്കാരനാണെങ്കിലും പൂർണ്ണ കർമ്മം കൊണ്ട് ഞാൻ 100% കാസർഗോഡ് ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ 4 ആൺമക്കളിൽ ഇളയവനായാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ മലബാറിലേക്ക്, റോമൻ കത്തോലിക്കർ മാത്രമുള്ള ഒരു ദേശത്തേക്ക് എൻ്റെ മാതാപിതാക്കൾ ഉപജീവനാർത്ഥം കുടിയേറി. പള്ളിയുമായി വളരെ ശക്തമായ ബന്ധം, കത്തോലിക്ക സഭയല്ലാതെ മറ്റൊരു സഭാവിഭാഗങ്ങളും ഇല്ലാത്ത ദേശം, പള്ളിയോട് വളരെ ശക്തമായ കൂറ്, പള്ളിയുമായി ശക്തമായ ബന്ധമുള്ളതുകൊണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോകുന്ന ശീലം, സൺഡേ സ്കൂളിലൊക്കെ വളരെ സജീവമായി ജീവിച്ച കാലം, പള്ളിയുടെയും സെമിത്തേരിയുടെയും കോൺവെന്റിന്റെയും ഇടയിലുള്ള വീട്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭവനത്തിൽ നിന്നും എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ സുവിശേഷം സേവ്യർ മാത്യു 1982 അദ്ദേഹം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അദ്ദേഹം ദൈവഭാവത്തേക്ക് വന്നു. കത്തോലിക്കരല്ലാതെ മറ്റൊരു സഭാവിഭാഗങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലില്ല. കത്തോലിക്ക സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ല എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചത്. അതുകൊണ്ട് ജ്യേഷ്ഠനെടുത്ത ആത്മീയ തീരുമാനം സഭയോടും കുടുംബത്തോടും സമൂഹത്തോടും കാണിച്ച അനാദരവായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ജ്യേഷ്ഠനെ വിശ്വാസത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ശല്യക്കാരനായി കണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ തകർത്ത അപമാനിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ജ്യേഷ്ഠൻ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ജ്യേഷ്ഠൻ നിന്നു. ജ്യേഷ്ഠൻ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനും എന്തുകൊണ്ട് എൻ്റെ അനുജൻ ഈ സത്യം വിശ്വസിച്ചു, പള്ളിയുടെ മുറ്റത്ത് നിന്നും 35-40 കിലോമീറ്റർ ദൂരെ എന്തിന് ഇത്ര ചെലവ് മുടക്കി ആരാധനയ്ക്ക് പോയി, അവിടെയും യേശുവിനെ കുറിച്ചല്ലേ ഇവിടെ യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്, എന്താണ് വ്യത്യാസമെന്ന് മൂത്ത ജ്യേഷ്ഠൻ അന്വേഷിച്ചപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ മനസ്സിലായി എൻ്റെ അനുജൻ എടുത്ത തീരുമാനമാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ശരിയെന്ന് മനസ്സിലാക്കി മൂത്ത ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ എൻ്റെ ഭവനത്തിൽ നിന്നും ഞാനും ദൈവഭാഗത്തേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ വീട്ടിൽ നിന്നും 35-40 കിലോമീറ്റർ ദൂരെ നീലേശ്വരം എന്ന സ്ഥലത്ത് വിശ്രമിക്കുന്ന കർത്തൃദാസൻ TS ജോർജ് നീലേശ്വരം, അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന നീലേശ്വരം സഭയിൽ കർത്താവിനെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സമൂഹവും ബന്ധുക്കളും കുടുംബാംഗങ്ങളും അതുപോലെ ബാക്കി ചർച്ചക്കാരും മറ്റു മതസ്ഥരായവരും എല്ലാം ഞങ്ങൾക്ക് വളരെ എതിരായി. ഞങ്ങൾ സഭയെ വഞ്ചിച്ചവർ എന്നുള്ള നിലയിൽ, അമേരിക്കയുടെ ഡോളർ കിട്ടാൻ വേണ്ടി സ്വന്തം ജനിച്ചു വളർന്ന ആത്മീയ പശ്ചാത്തലത്തെ ഒറ്റിക്കൊടുത്തവർ, ചതിച്ചവർ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ മടക്കിക്കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഒരു ഭീഷണി മാത്രമായിരുന്നു. എന്നാൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്, ഭീരുത്വത്തിന്റെ ചെങ്ങലക്കുള്ളിൽ ബന്ധിക്കപ്പെടാതെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഒരു മടങ്ങിപ്പോക്കുണ്ടാകാതെ കർത്താവിൽ നിലനിന്നത് കൊണ്ടാണ് ഇന്ന് ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. 1999 ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിഞ്ഞു. ഈ മെയ് മാസം വരുമ്പോൾ 25 വർഷം പൂർത്തിയാകുന്നു. 2000 ഞാൻ വിവാഹിതനായി. ആദ്യത്തെ 3 വർഷക്കാലം എൻ്റെ സ്ഥലസഭയായ രാജപുരം സ്ഥലസഭ കർണാടകത്തിൽ മംഗലാപുരം ജില്ലയിൽ, അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ പ്രവർത്തിച്ച ഒരു ചെറിയ സഭാ കൂടിവരം ഒരു ഗ്രാമത്തിലുണ്ട്, കല്ലുകുണ്ടി എന്നൊരു ഗ്രാമം. അവിടെ ഒരു സഭാ കൂടിവരം ഉണ്ടായി. ആ സഭയുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കായി ഞാൻ 2000 മുതൽ 2003 വരെ കർണാടകത്തിലായിരുന്നു. 2003 മുതൽ 2006 വരെ ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന മഹാനഗരത്തിൽ, അവിടെ കർത്താവദാസൻ PT വർഗീസ് അഹമ്മദാബാദ്, അദ്ദേഹത്തോട് ചേർന്ന് അവിടെയുള്ള ഗ്രാമങ്ങളിൽ നരേന്ദ്രമോദിയുടെ മണ്ഡലമായിരുന്ന മണിനഗറിൽ കർത്താവിന്റെ വേല വട്ടുവ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. 2006 ഞാൻ തിരിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ സ്ഥലസഭയായ രാജപുരത്തേക്ക് വരികയും
2006 മുതൽ ഇതുവരെ കാസർഗോഡ് ജില്ലയിലും അതോടൊപ്പം തന്നെ ദക്ഷിണ കന്നഡയിലും ഞാൻ മുമ്പുണ്ടായിരുന്ന കല്ലുകുണ്ടിയിലുള്ള ദൈവജനത്തിന്റെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ച് കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കന്നഡയിലുമായി കർത്താവിന്റെ വേലയിൽ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 3 മക്കളുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് മിനി, മൂത്ത മകൾ എസ്തേർ PG പഠിച്ചുകൊണ്ടിരിക്കുന്നു മംഗലാപുരത്ത്. രണ്ടാമത്തെ മകൻ ഗായസ്, അദ്ദേഹം BSW 2ാം വർഷ വിദ്യാർത്ഥി. ഇളയ മകൾ മീവൽ 3ാം ക്ലാസ് വിദ്യാർത്ഥി. കഴിഞ്ഞ 25 വർഷം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ 25 വർഷത്തിൽ ഏകദേശം 22.5 വർഷവും ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കന്നഡയിലും മാത്രം ചില സുവിശേഷകന്മാർക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായിരുന്നു. ദൈവം എനിക്ക് നൽകിയിട്ടുള്ള താലന്തുകളെ കുറിച്ച്, കൃപാവരങ്ങളെ കുറിച്ച് എനിക്ക് തികഞ്ഞ ബോധ്യം പണ്ട് മുതലേ ഉണ്ട്. ഒന്നും പുതുതായി എന്നിൽ മുളച്ചു വന്നതല്ല. എന്നാൽ പല കാരണങ്ങളാൽ അത് ജ്വലിപ്പിക്കാനോ ദൈവനാമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനോ കഴിയാതെ ഞാനൊരു ചതഞ്ഞ ഓടയായി, പുകയുന്ന തിരിയായി, ചാരം മൂടി ഇനി ഒരിക്കലും പ്രയോജനപ്പെടാൻ കഴിയില്ല എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നിശബ്ദനായി, ഞാൻ തന്നെ ഇനി ഒരിക്കലും എനിക്കൊരു താലന്തുകളുടെ കൃപാവരങ്ങളുടെ ഒരു ജ്വലനം എന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഈ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ ദൈവം വിവിധങ്ങളായ ശുശ്രൂഷകളുടെ മുഖത്ത് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ എന്നിൽ ഉണ്ടായിരുന്ന എല്ലാ ശുശ്രൂഷകളും ഈ നാളുകളിൽ ദൈവം ഏൽപ്പിച്ചതെല്ലാം ഈ നാളുകളിൽ ഒരുമിച്ച് പ്രയോജനപ്പെടുത്താനായിട്ട്, പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല, ദൈവം എന്നോട് അങ്ങനെ കരുണ കാണിക്കില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്നിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഈ നാളുകളിൽ ദൈവനാമഹത്വത്തിനായിട്ട് ദൈവം തന്നെ പുറത്ത് വലിച്ച് ചാടിച്ച് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ദൈവനാമഹത്വത്തിനായിട്ട് പറയാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആത്മീയ ശുശ്രൂഷകൾ ദൈവവചന പ്രഭാഷണത്തോട് ബന്ധപ്പെട്ടായാലും, സാഹിത്യത്തിലായാലും, സംഗീതത്തോട് ബന്ധപ്പെട്ടായാലും, അതുപോലെ തന്നെ അവതരണങ്ങളോട് ബന്ധപ്പെട്ടായാലും, ഇന്റർവ്യൂവിനോട് ബന്ധപ്പെട്ട അങ്ങനെ വിവിധ തലങ്ങളിൽ കർത്താവ് എളിയവനായ എന്നെ ഈ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ഒരുപാട് നിശബ്ദനായി ഇരുത്തി ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച് ഒരു 48 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം കർത്താവിന്റെ നാമമഹത്വത്തിനായി കൂടുതലായി എന്നെ ഉപയോഗിക്കുന്നത്. എന്നെ കുറിച്ചുള്ള പദ്ധതി അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ മുമ്പ് എന്നെ കർത്താവ് ഉപയോഗിച്ചിരുന്നതിൽ ഞാൻ ഒരുപക്ഷെ വലിയൊരു അഹങ്കാരിയായി തകർന്ന് പിശാചിന് പറ്റിയതുപോലെ അപകടങ്ങൾ എന്റെ ജീവിതത്തിൽ പറ്റുമായിരിക്കാം. പക്ഷെ കർത്താവിനെ അനുഭവങ്ങളിലൂടെ, നിശബ്ദതയുടെ പാഠങ്ങളിലൂടെ സ്ഫുടം ചെയ്ത് എന്നെ ഒരുപക്ഷെ ശുദ്ധീകരിച്ച് ഈ നാടുകളിൽ ദൈവനാമഹത്വത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ദൈവനാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് തരുന്ന ആയുസ് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി, അതിനാണല്ലോ വളരെ പ്രാധാന്യം, അതാണല്ലോ കൂടുതൽ ഞാൻ സമയമെടുക്കേണ്ടത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്കിന്ന് രാത്രിയിലെ ധ്യാനത്തിനായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുന്നു. ഈ 3-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം പ്രധാനമായിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുന്നു. നാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ വിവിധങ്ങളായ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് നാം നമ്മുടെ കഷ്ടതയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കണം, അവരെയും ഓർക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഇവിടെ നമ്മോട് പ്രതിപാദിക്കുന്ന സത്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവ് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. കർത്താവായ യേശുക്രിസ്തു പാപമുഖാന്തരമല്ലാത്ത സകല ശാരീരിക, മാനസിക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ പൂമേടയിലോ പൂമെത്തയിലോ പൂമ്പട്ടിലോ അല്ലായിരുന്നു അവന്റെ ജനനം. പിറന്നു വീഴുന്നത് ബെത്ലഹേമിന്റെ ഏതോ തെരുവീതിയിൽ. ഒരു പൂമേട അവനുണ്ടായിരുന്നില്ല. അവനെ കിടത്തിയത് ഭൂമെത്തയിലായിരുന്നില്ല, പശുത്തൊട്ടിയിൽ അവനെ കിടത്തി. അവന്റെ ആ നഗ്നമായ ശരീരത്തെ പുതപ്പിക്കാൻ പൂമ്പട്ടും ഇല്ലായിരുന്നു, ഈറ്റുശീലയിൽ പൊതിഞ്ഞവനായി.
പിന്നീടുള്ള കർത്താവിന്റെ ജീവിത യാത്രകൾ നാം നോക്കിക്കഴിഞ്ഞാൽ പാപത്തിന്റെ അനന്തരഫലമല്ലാത്ത ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാവിധമായ കഷ്ടങ്ങളും കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് വചനം പറയുന്നത്, പാപം ഒഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. കർത്താവ് വിശന്നു, ദാഹിച്ചു, അതുപോലെ സ്വന്തമായി യാത്ര ചെയ്യാൻ വാഹനമില്ലാത്തവനായി, വിശന്നപ്പോൾ ആഹാരം ലഭിക്കാത്തവനായി, ശാരീരികമായ പ്രതിസന്ധിയിലൂടെ കർത്താവ് കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവ് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹാസത്തിന്റെ ശരശയ്യയിൽ കടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശാരീരിക മാനസികമായ പ്രതിസന്ധിയിലൂടെ കർത്താവ് പോയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ്. കാരണം വിശപ്പ് എന്താണെന്ന് അറിയാം കർത്താവിന്, ദാഹം എന്താണെന്ന് അറിയാം, വേദന എന്താണെന്ന് അറിയാം, നിന്ദ ഒരു ഹൃദയത്തെ തകർക്കുന്നത് എന്താണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തന്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തിയെ നിരാശനായി അയച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി, മരിക്കാൻ വേണ്ടി വന്നവനാണ്, നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നം മാത്രമേ ഞാൻ പരിഹരിക്കുകയുള്ളൂ, മറ്റൊരു വിഷയം എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് കർത്താവ് മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ശാരീരിക പ്രതിസന്ധികളോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന രോഗത്തിന്റെ തീവ്രമായ നൊമ്പരത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഒരിക്കലും ഒരു വിമോചന ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് കരുതി നിരാശപ്പെട്ട പല ശാരീരിക രോഗികളായ പലരെയും കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടിട്ടുള്ള പലർക്കും കർത്താവിന്റെ ഇടപെടൽ കൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട് ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ മനുഷ്യന്റെ വിശപ്പിന് കർത്താവ് പരിഹാരം വരുത്തിയിട്ടുണ്ട്, മരണ ദുഃഖത്തിന് കർത്താവ് പരിഹാരം വരുത്തിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യനെ ബാധിച്ച ശാരീരികവും മാനസികവുമായ പല പ്രശ്നത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷമാണ് കർത്താവ് മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ആത്മാവിന്റെ പ്രശ്നമായ പാപത്തിനുള്ള ശിക്ഷ താൻ സ്വയം ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ ദൈവ കരുണയായി അവൻ പിടഞ്ഞത്. അപ്പോൾ കർത്താവ് തന്റെ ജീവിതത്തിൽ താൻ കഷ്ടം അനുഭവിച്ചവനാണ്. കഷ്ടം അനുഭവിക്കുന്ന മറ്റു മനുഷ്യരോട് താൻ ശരീരത്തിൽ വസിച്ചവനാകിയാൽ താൻ സഹതാപം കാണിച്ചവനാണ്, അവരുടെ ബലഹീനതകളിൽ സഹതാപം കാണിച്ചവനാണ്. തന്റെ അടുത്തേക്ക് ആവശ്യഭാരവുമായിട്ട് വന്ന ഒരു മനുഷ്യനെ നിരാശനാക്കാതെ അവരുടെ പ്രശ്നത്തിന് വ്യക്തമായ പരിഹാരം നൽകിയവനാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ്: നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവിധങ്ങളായ ശാരീരിക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ കർത്താവും ശാരീരികമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയവനാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നതിന്റെ പിന്നിലുള്ള പല ഗുണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, നമ്മൾ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നൊക്കെ അതിനകത്തുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, നമ്മളെ പോലെ തന്നെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ, അവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത്. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ പൊന്നുപോലെ ശോഭയോടുകൂടെ വിളങ്ങേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കേവലം നമ്മുടെ നന്മയിലൂടെ കർത്താവ് മറ്റുള്ളവരുടെ നന്മ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് തരുന്ന അനുഗ്രഹത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം അനുഗ്രഹമായി തീരണം എന്നുള്ളത് ദൈവഹൃദയത്തിന്റെ ശക്തമായ ആഗ്രഹമാണ്. അപ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. നമ്മുടെ ശാരീരികവും മാനസികവും എല്ലാറ്റിനും ഉപരി നമ്മെ ബാധിച്ച ആത്മാവിന്റെ രോഗമായ പാപത്തിന് കർത്താവ് കാൽവരി കുരിശിൽ കർത്താവ് സൗഖ്യം നൽകി നമ്മെ രക്ഷിച്ചു. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, മനസ്സലിവിന്റെ മഹാദൈവമാണ്. എന്നാൽ ഈ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോടും കരുണയുള്ളവരായി, മനസ്സലിവുള്ളവരായി നാം ജീവിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കരുണയുടെ 4 വ്യത്യസ്ത മുഖങ്ങൾ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന തലക്കെട്ട്. കരുണയുടെ അല്ലെങ്കിൽ മനസ്സലിവിന്റെ 4 വ്യത്യസ്ത മുഖങ്ങൾ. ഇതിലേത് മുഖമാണ് നമ്മുടേതെന്ന് നമുക്കൊന്ന് ആത്മവിമർശനം നടത്തുവാൻ ഈ സന്ദേശം ഇടയാക്കട്ടെ. ആദ്യമായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കരുണയുടെ കാഠിന്യ മുഖം എന്നൊരു ആശയമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ കരുണയുടെ കാഠിന്യ മുഖം നമുക്ക് കാണാൻ കഴിയും. 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ, ആ 10,000 താലന്ത് കടപ്പെട്ടവനായ മനുഷ്യനെ യജമാനൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് കടം വീട്ടണം.
അപ്പോൾ തനിക്ക് വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ യജമാനൻ പറഞ്ഞു, നിനക്കുള്ളതിനെയും നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിന്റെ വസ്തുവകകളെയും വിട്ട് കടം വീട്ടണം. തന്റെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടാമായിരുന്നു. തന്നെ നഷ്ടപ്പെടാം, തന്റെ ഭാര്യയെ നഷ്ടപ്പെടാം, തന്റെ സമ്പത്ത് നഷ്ടപ്പെടാം, തന്റെ മക്കളെ നഷ്ടപ്പെടാം. താൻ ഒരു പൂജ്യമായി തീരേണ്ട ഒരവസ്ഥ, ഈ ഭൂതലത്തിൽ തല ചായ്ക്കാൻ പോലും ഇടയില്ലാത്തവനായി, ആരോരുമില്ലാത്തവനായി തീരേണ്ട ഒരവസ്ഥ എനിക്ക് വരുമായിരുന്നു. എന്നാൽ താൻ യജമാനന്റെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ, അവൻ കരഞ്ഞപ്പോൾ യജമാനൻ അവനോട് മനസ്സലിഞ്ഞു. എന്നാൽ അവൻ പോകുന്ന വഴിയിൽ തനിക്ക് കേവലം 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് എന്റെ കടം വീട്ടുക. ആ ദാസൻ പറഞ്ഞു, ഞാൻ വീട്ടിക്കോളാം, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ആ മനുഷ്യന്റെ 100 വെള്ളിക്കാശ് തനിക്ക് കടംപെട്ട മനുഷ്യന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവൻ കടം വീട്ടുവോളം അവനെ തടവിലാക്കുന്ന ഒരു മനുഷ്യനെ കാണും. അവിടെ അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രം, ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചാൽ മതി, ഞാൻ ആരോടും കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവമേ അങ്ങ് പരിഹാരം വരുത്തണം. അതുകൊണ്ടാണ് തന്റെ ജീവിതം നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ യജമാനന്റെ മുമ്പിൽ താൻ കരഞ്ഞു നിലവിളിച്ചത്. എന്നാൽ തന്റെ മുമ്പിൽ വെറും തുച്ഛമായ 100 വെള്ളിക്കാശിന് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യനോട് കരുണ കാണിക്കാതെ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഈ മനുഷ്യൻ ചെല്ലുന്നുണ്ടെങ്കിൽ, കരുണ എനിക്ക് മാത്രം ലഭിച്ചാൽ മതി, ഞാൻ ആരോടും കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ഒരാൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനോട് ദയ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. കരുണയുടെ കാഠിന്യമുഖമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 10,000 താലന്തോട് നോക്കുമ്പോൾ 100 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒന്നുമില്ല. എന്നാൽ ഒന്നുമില്ലാത്ത ആ 100 വെള്ളിക്കാശിനെ എന്നോട് 10,000 താലന്ത് നിന്ന് ഇളച്ചു തന്നതിനേക്കാൾ ഞാൻ ഗൗരവമായിട്ട് കാണുകയും അതെന്റെ അവകാശമായി ഞാൻ കാണുകയും അത് പിടിച്ചെടുക്കാൻ എളിയവനോട് ദയയില്ലാതെ ക്രൂരമായി പെരുമാറുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് വേണം, എന്നാൽ ഞാൻ ആർക്കും ഒരു അനുഗ്രഹമാകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 10,000 താലന്തിന് തുല്യതമായ ഗൗരവതരമായ രഹസ്യ പരസ്യ ജീവിതത്തിലെ നിരവധി പർവ്വത സമാനമായ പാപങ്ങളെ ദൈവത്തിന് മുന്നിൽ കർത്താവെ കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മോട് നിസ്സാരം ചില വാക്കുകളിൽ ഉണ്ടായ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്താൽ സംഭവിച്ച ചില പെരുമാറ്റ വൈകല്യങ്ങളിൽ ഉണ്ടായ ചില വ്യത്യാസ നിമിത്തം ചില വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള ചില നിസ്സാര പ്രശ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് പകവെക്കുന്നവരായി, വൈരാഗ്യം കാണിക്കുന്നവരായി, അവനോട് പ്രതികാരം ചെയ്യുന്നവരായി നാം തീരുന്നവരാണെങ്കിൽ, ദൈവമേ നീ എന്നോട് ക്ഷമിച്ചാൽ മതി, ഞാൻ ആരോടും ക്ഷമിക്കണ്ട എന്നുള്ള മനോഭാവക്കാരനാണ്. എന്നാൽ ചിന്തിക്കണം, 10,000 താലന്തിന് തുല്യമായ കടം എന്നോട് ഇളച്ചു തന്നവനായ ദൈവം എന്റെ മുമ്പിൽ വെറും 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിയോട് ഞാൻ തൊണ്ടയ്ക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്നെ കാണുന്നത് നിർദ്ദയനായ ക്രൂരമായ ഒരു മുഖത്തിനുടമയായിട്ട്, കരുണയില്ലാത്ത കഠിനനായ ഒരു ദുഷ്ടഹൃദയമുള്ള വ്യക്തിയായിട്ടാണ് ദൈവം എന്നെ കാണുന്നത്. പലപ്പോഴും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ നമ്മോട് ചെറിയ പാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളോട് പകയും വൈരാഗ്യവും വെച്ച് അവരെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മളും ദുഷ്ടദാസനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ മുഖം കരുണയുടെ കാഠിന്യ മുഖം. രണ്ടാമത്തെ മുഖം കരുണയുടെ സ്വാർത്ഥമുഖം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് ആ കഥാപാത്രത്തെ കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ, യെരുസലേമിൽ നിന്നും യെരിഹോയിലേക്ക് പോയപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ദൂരത്തു നിന്ന് കണ്ട് വഴിമാറിപ്പോകുന്ന ഒരു പുരോഹിതൻ, ഒരു ലേവ്യൻ. പുരോഹിതനും ലേവ്യനെയും സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചത്, ഞങ്ങൾ നിലവിൽ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുന്നവരാണ്, ഇതൊക്കെ മതി, ഇതിനപ്പുറത്ത് വഴിയെ പോകുന്ന വയ്യാവേലി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ദേവാലയ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ വേണ്ടത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്,
വഴിയെ പോകുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ എന്തിനു ഭാരപ്പെടണം? ആ മനുഷ്യൻ ജീവിച്ചാൽ ഞങ്ങൾക്കെന്ത് ഗുണം? ആ മനുഷ്യൻ മരിച്ചുപോയാൽ ഞങ്ങൾക്കെന്ത് നഷ്ടം? അതുകൊണ്ട് ആ മനുഷ്യൻ അർദ്ധപ്രാണനായി വഴിയരികിൽ നിലവിളിച്ച് മുറിവേറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിലൊരു സഹതാപം തോന്നിക്കാണും. അയ്യോ പാവം, ഏതോ ഒരു മനുഷ്യൻ ആരുടെയോ പീഡനത്തിനിരയായി ആരോഗ്യം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മരണം മിടുക്കണമെന്നൊരു ചിന്ത ഈ പുരോഹിതന്റെ ലേവിന്റെ മനസ്സിൽ വന്നില്ല. പക്ഷെ അയ്യോ പാവം, അങ്ങനെ പറ്റിപ്പോയല്ലോ, ഏത് ദുഷ്ടനാണാവോ ഈ ക്രിയ ചെയ്തത്, അവന്മാരൊക്കെ മുടിഞ്ഞു പോകണം എന്നൊരു പക്ഷെ ശപിച്ചു കാണാം. പക്ഷേ ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന് ദൈവത്തോട് കായൻ ചോദിച്ചതുപോലെയുള്ള ഒരു മനോഭാവമാണ് ഇവിടെ ലേവ്യനും പുരോഹിതനും ഉള്ളത്. അവര് വഴിമാറിപ്പോയി. നീ ഞാനും തമ്മിൽ എന്ത് ബന്ധം? നീ ജീവിച്ചത് കൊണ്ട് എനിക്കെന്ത് ലാഭം? നീ മരിച്ചത് കൊണ്ട് എനിക്കെന്ത് നഷ്ടം? ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുന്ന് മാറിപ്പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശരിക്കു പറഞ്ഞാൽ എന്തുമാത്രം സ്വാർത്ഥമാണ് അവരുടെ മനസ്സ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ മനുഷ്യനെ രക്ഷിച്ചില്ല, പോട്ടെ. എന്നാൽ ഈ കള്ളന്മാർ ആ മനുഷ്യന്റെ വസ്ത്രം ഉരിഞ്ഞാണ് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന ആ വസ്ത്രമെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തൊന്ന് ഇടാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, യാഗകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, ആത്മീയ കാര്യങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പുന്നത് സ്വാർത്ഥതയുടെ മൂർത്തിരൂപങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന ചോദ്യത്തിന് കാവൽക്കാരനാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. മൂന്നാമത്, കരുണയുടെ മറ്റൊരു മുഖത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് കരുണയുടെ മാതൃകാമുഖം, കരുണയുടെ അനുകരണീയമായ മുഖം. ഇവിടെ ഒരു ശമരിയൻ വരുന്നു. ശമരിയനും ആദ്യ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വികാരമുണ്ടായി. അയ്യോ, സഹതാപം. സഹതാപം എന്നൊരു വികാരം നമുക്ക് ഉണ്ടാവാറുണ്ട്. ബലഹീനനായ ഒരു മനുഷ്യന്റെ ബലഹീനതയോട് നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന ഏകീഭാവത്തിനാണ് സിമ്പതി അല്ലെങ്കിൽ സഹതാപം എന്ന് പറയുന്നത്. ബലഹീനനായ ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യത്തോട് എനിക്ക് തോന്നുന്ന മാനസികമായ ഏകീഭാവത്തിനാണ് സിമ്പതി അല്ലെങ്കിൽ സഹതാപം എന്ന് പറയുന്നത്. ആ സഹതാപം ഈ പറയുന്ന ലേവ്യനും പുരോഹിതനും ഉണ്ടായി എന്ന് ഞാൻ കരുതുക. പക്ഷെ സഹതാപം ഒരു മനസ്സലിവായി കരുണയായി പരിണമിക്കേണ്ടത് ആവശ്യമാണ്. കരുണ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, അത് കേവലം ഒരു ചിന്തയല്ല. സഹതാപം ഒരു ചിന്തയാണ്. എന്നാൽ അത് കരുണയാകുന്നത് അത് പ്രവൃത്തി പദത്തിൽ എത്തുന്നില്ല എങ്കിൽ അത് കരുണയാകുന്നില്ല, അത് കേവലം സഹതാപം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഈ ശമരിയക്കാരൻ ആദ്യം സഹതാപമുണ്ടായി. ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്നു. ആ സഹതാപത്തെ മനസ്സലിവായി തീർന്നു. അയ്യോ, അദ്ദേഹത്തെ കണ്ടിട്ട് അതിനെ വെറുതെ വിട്ടേച്ച് പോയാൽ പോരല്ലോ, ആരെങ്കിലും അദ്ദേഹത്തെ രക്ഷിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമല്ലോ, ഒരു കുടുംബത്തിന്റെ നാഥനായിരിക്കാം, വലിയ സ്വപ്നങ്ങളോടുകൂടി പോയവനായിരിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമല്ലോ, ആരെങ്കിലും അയാളെ സഹായിക്കണമല്ലോ, ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ സഹായിക്കാൻ ബാധ്യസ്ഥനല്ലേ, ആ ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായി. അതാണ് മനസ്സലിവ്. അപ്പോൾ സഹതാപം മനസ്സലിവായി തീർന്നു. മനസ്സലിവുണ്ടായപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിറങ്ങുന്നു. വാഹനത്തിൽ നിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്യും. അവിടെ താനും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നവനായിരുന്നു. തനിക്കും ഒരു ലക്ഷ്യബോധമുള്ള യാത്രയായിരുന്നു. തനിക്കും ചില പദ്ധതികൾ ആവിഷ്കരിച്ചാണ് താൻ യാത്ര പുറപ്പെട്ടത്. എന്നാൽ അതിനിടയിൽ തനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി അർദ്ധപ്രാണനായി റോഡിൽ കിടക്കുന്നത്, വഴിയരിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ സഹതാപം മനസ്സലിവായി തീർന്നു, മനസ്സലിവ് കാരുണ്യമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ സമയം നൽകി, അദ്ദേഹത്തിന്റെ എണ്ണ നൽകി, വീഞ്ഞ് നൽകി, മുറിവുകൾ കെട്ടി, അതുപോലെ തന്നെ വാഹനത്തിൽ കയറ്റി. വാഹനത്തിൽ കയറ്റുമ്പോൾ വാഹനം നൽകി. വാഹനത്തിൽ കയറ്റണമെങ്കിൽ ഈ അർദ്ധപ്രാണനായ മനുഷ്യനെ തന്റെ ശരീരത്തിൽ ചുമന്ന് താങ്ങിക്കൊണ്ട് വേണം പോകാൻ. അതിനുവേണ്ടി തന്റെ ആരോഗ്യം നൽകി.
സത്രക്കാരന്റെ അടുത്ത് ചെന്നിട്ട് ഈ സത്രക്കാരനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, ആവശ്യമായ തുക നൽകി തനിക്കുള്ളതെല്ലാം, തന്റെ സമയവും തന്റെ സമ്പത്തും തന്റെ സാഹചര്യവും തന്റെ സാന്നിധ്യവും തനിക്കുള്ളതെല്ലാം താനുമായി യാതൊരു ബന്ധമില്ലാത്ത, പേര് പോലും അറിയാത്ത അപരിചിതനായ ആ വ്യക്തിക്ക് വേണ്ടി നൽകി. അദ്ദേഹം ജീവിച്ചാൽ ഇദ്ദേഹത്തിനൊരു ഗുണവുമില്ല, അദ്ദേഹം മരിച്ചാൽ ഇദ്ദേഹത്തിനൊരു നഷ്ടവുമില്ല. എങ്കിലും സമരിയക്കാരൻ തന്റെ ആരുമല്ലാതിരുന്ന അപരിചിതനായ ആ മനുഷ്യനോട് മനസ്സലിവ് കാണിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളോട് വെറും സഹതാപമാണ് കാണിച്ചിരുന്നെങ്കിൽ, അയ്യോ ഇവരൊക്കെ പിശാചിനെ അനുസരിച്ച് നരകത്തിലേക്ക് പോവുകയാണല്ലോ, അയ്യോ പാവികളാണല്ലോ, നരകത്തിന്റെ തീച്ചുളിയാണല്ലോ ഇവരുടെ അവസ്ഥ എന്നൊരു സഹതാപത്തിൽ കർത്താവ് സ്വർഗത്തിൽ ഇരുന്നെങ്കിൽ ഒരൊറ്റ വ്യക്തി രക്ഷിക്കപ്പെടില്ലായിരുന്നു. കർത്താവിന്റെ സഹതാപം മനസ്സലിവായി തീർന്നു. കർത്താവ് മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ മനസ്സലിവ് കാൽവരി കുരിശിൽ, ദൈവ കരുണയുടെ ധനമഹാത്മ്യമായി കാൽവരി കുരിശിൽ ഇരു കള്ളന്മാരുടെ മധ്യേ പിടഞ്ഞു. കർത്താവ് കരുണ കാണിച്ചു. ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് താൻ കരുണ കാണിച്ചു. ക്രൂശിൽ മരിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള കരുണ കാണിച്ചു. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി സുവിശേഷം തന്നെയാണ്. അതിന്റെ താഴെ ഏത് സാമൂഹ്യ പ്രവർത്തനവും വരുന്നുള്ളൂ. കാരണം ബാക്കി സാമൂഹ്യ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ദേഹത്തെയും ദേഹിയെയും ബാധിക്കുന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ആത്മാവിനെ എരിയുന്ന നരകത്തിന്റെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കുന്ന സുവിശേഷ പ്രവർത്തനമാണ് ദൈവത്തിന്റെ മക്കളായി നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ആ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും ശരീരത്തിലും മനസ്സിലും ശാരീരികവും മാനസികവുമായി വേദനയുടെ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളണമെന്നുള്ളത് പുതിയ നിയമ സഭയിലെ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ആജ്ഞ. അതിനെ ഒരു 10,000 താലന്ത് കടപ്പെട്ടവനെ പോലെ കഠിന ഹൃദയത്തോടുകൂടി നാം കാണാൻ പാടുള്ളതല്ല. ലേവ്യനെ പോലെ, പുരോഹിതനെ പോലെ നാം കാണാൻ പാടുള്ളതല്ല. ഒരു സമറിയക്കാരനെ പോലെ നാം കാണേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പല ആൾക്കാരും പണ്ട് ഞാൻ വ്യാഖ്യാനിച്ച് കേട്ടിരിക്കുന്നത് യേശുക്രിസ്തുവാണ് നല്ല സമരിയക്കാരൻ. അത് നമ്മുടെ രക്ഷപ്പെടൽ സിദ്ധാന്തമാണ്. തുറന്നു പറഞ്ഞാൽ യേശുവിനെ നല്ല സമരിയക്കാരനാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പലരും. യേശു ഒരിക്കലും നല്ല സമരിയക്കാരനല്ല, അതിനേക്കാൾ വലിയ സമരിയക്കാരനാണ്. കാരണം ഈ ഭൂമിയിൽ പിറന്ന പാപികളായ ഒരു മനുഷ്യരുമായിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ന പാപരഹിതനായ ദൈവപുത്രനെ താരതമ്യപ്പെടുത്തി പഠിപ്പിക്കുന്നത് തെറ്റാണ്. പാപികളായ മനുഷ്യരെ വെച്ച് പാപമില്ലാത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്ത് പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഈ നല്ല സമരിയക്കാരൻ യേശുക്രിസ്തു ആണെന്ന് പഠിപ്പിക്കാൻ കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്നാൽ നല്ല സമരിയക്കാരൻ ഞാനും നിങ്ങളുമാകണമെന്നാണ് ഈ നല്ല സമരിയക്കാരന്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ ശ്രവണസുന്ദരമായ ഒരു പ്രസംഗമായി യേശുവിനെ നല്ല സമരിയക്കാരനാക്കി പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ അതല്ല അതിന്റെ യാഥാർത്ഥ്യം. യേശുവിനെ അല്ല നല്ല സമരിയക്കാരനാക്കേണ്ടത്, ഞാനും നിങ്ങളും നല്ല സമരിയക്കാരനും ആകണം. ആരാണ് എന്റെ കൂട്ടുകാരൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആശയം കരുണയുടെ മാതൃക മുഖം എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മുഖത്തെ കൂടി പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുടെ ത്യാഗ മുഖം എന്നുള്ളത്. കരുണയുടെ കഠിനമുഖം, കരുണയുടെ സ്വാർത്ഥമുഖം, കരുണയുടെ മാതൃകാമുഖം, കരുണയുടെ ത്യാഗമുഖം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു സഭയാണ് ഈ മക്കദോന്യ സഭ. അവരുടെ ജീവിത സാഹചര്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ത്യാഗനിർഭരമായിട്ടും കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും കരുണയുടെ ആൾരൂപങ്ങളായി തീർന്ന ദൈവമക്കളായിരുന്നു മക്കദോന്യ സഭയിലെ വിശ്വാസികൾ. അവരുടെ ജീവിതത്തിന്റെ 2 പ്രതികൂലങ്ങൾ കരുണയുടെ ത്യാഗമുഖം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 പ്രതികൂല അവസ്ഥകളിലൂടെയാണ് മക്കദോന്യയിലെ ദൈവമക്കൾ കടന്നു പോകുന്നത്. ഒന്ന്, കഷ്ടത എന്ന കഠിന ശോധന. വെറും ശോധനയല്ല, ഇൻവെർട്ടഡ് കോമയിൽ ഇടണം, കഠിന ശോധന. 2, മഹാദാരിദ്ര്യം. വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. അതായത് കഷ്ടതയുടെ ഏറ്റവും തീവ്രമായ അനുഭവത്തിലൂടെ മക്കദോന്യ സഭ കടന്നു പോകുന്നത് കൊണ്ടാണ് കഷ്ടത എന്ന കഠിന ശോധന എന്ന് പറയുന്നത്. കഠിനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്തായ
കഠിനമായ കഷ്ടതയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വെറും ഒരു ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യമാണ്. അതായത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള മഹാദാരിദ്ര്യത്തിലൂടെയാണ് മക്കതോന്യ വിശ്വാസികൾ കടന്നു പോകുന്നത്. അത് പ്രതികൂലമായ അവരുടെ സാഹചര്യം. എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യത്തിനിടയിൽ അനുകൂലമായ ഒരു വലിയ കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതിനെ ദൈവത്തിന്റെ വചനം പറയുന്നത് സന്തോഷ സമൃദ്ധി എന്നാണ്. കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും മഹാദാരിദ്ര്യത്തിൽ അവരായിരുന്നിട്ടും അവർ ദുഃഖത്തിന്റെ സമൃദ്ധി ഉള്ളവരായിരുന്നില്ല, സന്തോഷത്തിന്റെ സമൃദ്ധിയുള്ളവരായിരുന്നു. എന്തുകൊണ്ടാണ് സന്തോഷത്തിന്റെ സമൃദ്ധി അവർക്കുണ്ടായത്? ദൈവ കൃപയുടെ സന്തോഷ സമൃദ്ധി. ദൈവകൃപയുടെ സന്തോഷ സമൃദ്ധി ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അപ്പീൽ മറ്റുള്ള സഭകളിലേക്ക് അയക്കാൻ, മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള വിശ്വാസികൾ ഇവരാ. ഞങ്ങൾ മഹാദാരിദ്ര്യത്തിലൂടെ പോകുന്നു, ഞങ്ങൾ കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ പോകുന്നു, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ലോകമെമ്പാടുമുള്ള ദൈവജനമേ ഞങ്ങളോട് കരുണ കാണിക്കണം, നിങ്ങളുടെ ദൈവസ്നേഹത്തിന്റെ വലങ്കരം ഞങ്ങളുടെ നേരെ നീട്ടണം എന്ന് അപ്പീൽ അയക്കാൻ ഏറ്റവും യോഗ്യതയുള്ള വിശ്വാസികളായി വരും. പക്ഷേ ദൈവകൃപയുടെ സന്തോഷ സമൃദ്ധി കൊണ്ട് ഇവർ അവരുടെ പ്രതികൂലമായ ജീവിത സാഹചര്യത്തെ അനുകൂലമാക്കിക്കൊണ്ട് സാധാരണ മനുഷ്യർ ചിന്തിക്കാത്ത തരത്തിൽ അവർ ചിന്തിച്ചു. അവർ അപ്പോസ്തലന്മാരോട് ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, കഷ്ടത എന്ന കഠിന ശോധനയിലുള്ളവർക്ക്, മഹാദാരിദ്ര്യമുള്ളവർക്ക് എന്ത് പ്രാപ്തിയാണുള്ളത്? എന്ത് പ്രാപ്തിയാണ് അവർക്കുള്ളത്? പക്ഷേ ആ ദൈവകൃപയുടെ സന്തോഷ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തു എന്നുള്ളത് എന്റെ ഈ ചെറിയ മസ്തിഷ്കത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. അവര് അപ്പസ്തോലന്മാരോട് ഇങ്ങോട്ട് അപേക്ഷിക്കുക. അതായത് കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന, കാരണം അവർ ശരീരത്തിൽ വസിക്കുന്നവരാകിയാൽ കഷ്ടത എന്ന കഠിന ശോധന അവർക്കറിയാം എന്താണെന്നുള്ളത്, മഹാദാരിദ്ര്യം എന്താണെന്നറിയാം. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളെ സഹായിക്കണമെന്നല്ല പറയുന്നത്. അപ്പസ്തോലന്മാരോട് വളരെ താല്പര്യത്തോടെ അവർ അപേക്ഷിക്കുകയാണ്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള കൂട്ടായ്മ സംബന്ധിച്ച് ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഞെരുക്കത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ, ശാരീരികമായ പ്രതിസന്ധികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, രോഗത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ, പട്ടിണിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, കഠിനമായ ശോധനയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ് ഒന്നതാ, ഞങ്ങൾക്കുള്ളതിൽ നിന്നും ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ജീവിതത്തെ വളരെ സ്വാധീനിച്ച, വളരെ വെല്ലുവിളിച്ച, വളരെ ചിന്തിപ്പിച്ച, എന്റെ ക്രിസ്തീയ ജീവിതത്തെ വളരെ രൂപപ്പെടുത്തിയ ഒരു ചിന്തയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ദൈവവചന ശുശ്രൂഷയിൽ ഞാൻ സഭയെ പ്രസംഗിച്ചതിന് ശേഷം എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നു, എടാ നിനക്കെന്തുകൊണ്ടായിക്കൂടാ? ഞാനത് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഷ്ടതയുടെ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ ഓർക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ കരുണയുടെ ത്യാഗമുഖം എന്ന് പറയുന്നത്. ഈ മക്കതോന്യ സഭയിലെ വിശ്വാസികൾ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തവരല്ല, ബാക്കി പറഞ്ഞിട്ട് കൊടുത്തവരല്ല. അവര് പ്രാപ്തി പോലെ പ്രാപ്തിക്ക് മീതെയും കൊടുത്തു എന്ന് ദൈവവചനത്തിൽ എഴുതിയപ്പോൾ എനിക്ക് ആ പ്രാപ്തി എന്താ, പ്രാപ്തിക്ക് മീതെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാശയമായി ഞാൻ സമ്മതിക്കുക. അതാണ് അവർക്ക് ലഭിച്ച ദൈവകൃപ എന്നുള്ളത്. അപ്പോൾ ത്യാഗപൂർണമായി കരുണ കാണിക്കുക. നാം ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും നിലവിളിക്കും, എന്നാൽ ഉത്തരം ലഭിക്കുകയില്ല. സദൃശ്യവാക്യങ്ങൾ 21:13 വായിക്കുന്നത്, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ ഒരു ദിവസം നിലവിളിക്കും, പക്ഷെ അന്ന് അവന്റെ നിലവിളിക്ക് ആരും ഉത്തരം നൽകുകയില്ല. എളിയവരായ പലരും, നമ്മുടെ മുന്നിൽ ശരീരത്തിൽ കഷ്ടമനുഭവിക്കുന്ന പലരും, ശാരീരിക മാനസിക രോഗങ്ങൾ, മറ്റൊരുപാട് വർണ്ണിച്ചാൽ തീരാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള പ്രതിസന്ധികളിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പലരും
നമ്മുടെ മുന്നിൽ സഹായത്തിനായിട്ട് നിലവിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ അപ്പീലിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സാക്ഷ്യത്തിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടായിരിക്കാം അവർ നമ്മുടെ മുന്നിൽ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദുഷ്ടദാസനെ പോലെ, ഒരു പുരോഹിതനെ പോലെ, ഒരു ലേവ്യനെ പോലെ ചെവി പൊത്തിക്കളഞ്ഞ് നീ ഞാനും തമ്മിൽ എന്ത്, ഞാൻ നിന്നെ അറിയത്തില്ല, നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്കുള്ളതെല്ലാം എനിക്കും നിനക്കുള്ളതെല്ലാം നിനക്കും, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ നിന്റെ കാവൽക്കാരനല്ല എന്നുള്ള ചിന്തയിൽ നാം ചെവി പൊത്തിക്കളഞ്ഞാൽ, ഈ ചെവി പൊത്തിക്കളയുന്ന ഞാൻ എന്ന പച്ചയായ മനുഷ്യൻ ഒരു ദിവസം ജീവിതത്തിന്റെ തീവ്രമായ സംഘർഷങ്ങളിലൂടെ, ജീവിത സമരങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അലറിക്കരയും, കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്നോട് കരുണ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച പലരുമുണ്ടല്ലോ, അന്ന് അവരുടെ ചെവി പൊത്തിക്കളയും ദൈവം അവരുടെ ചെവി അടയ്ക്കും. അതുകൊണ്ട് എളിയവന്റെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. സദൃശവാക്യം 11:25 നാം വായിക്കുന്നു, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കുന്നു, തണുപ്പിക്കുന്നവനോ തണുപ്പ് കിട്ടും. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കുമെന്നുള്ളത് ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. നാം ഒരു വ്യക്തിയുടെ, ചില വ്യക്തികളുടെ ചൂടേറിയ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒന്ന് തണുപ്പ് കൊടുത്തു നോക്ക്. നമ്മുടെ ജീവിതത്തിന്റെ ചൂടേറിയ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് തണുപ്പ് നൽകും. ദൈവം നമ്മോട് കരുണ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് എന്തേലും ലാഭമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായി, ഇരട്ടി പ്രതിഫലമായി, ഇരട്ടി അനുഗ്രഹമായി കൂടി വ്യാപരിക്കേണ്ടതിന് വേണ്ടി, പലിശയും കൂട്ടുപലിശയും സഹിതം ദൈവം നമുക്ക് തിരിച്ചു നൽകി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പ്രശ്നങ്ങളില്ല കേട്ടോ. അവിടെ രോഗികളില്ല, അവിടെ വീട് വെച്ച് ആർക്കും കൊടുക്കണ്ട, അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തണ്ട, അവിടെ അതുപോലെ തന്നെ സാമൂഹ്യ ഉദ്ധാരണത്തിന്റെ ആവശ്യമില്ല, അവിടെ ആരോടും കരുണ കാണിക്കണ്ട, അവിടെ പ്രശ്നങ്ങളില്ല. കരുണ കാണിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും, നിത്യതയിൽ പിന്തുടരുന്ന കാര്യമല്ല അത് പറയുന്നത്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിത യാത്രയിലാണ് കരുണ കാണിക്കേണ്ടത്. ആ കരുണ കാണിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർ നമ്മളോട് തിരിച്ചു കരുണ കാണിച്ചില്ല എന്നിരിക്കാം, പക്ഷെ കാണാത്ത അറിയാത്ത വഴികളിലൂടെ കടക്കാരനല്ലാത്ത ദൈവം നമ്മോട് ദൈവം കരുണ കാണിക്കും. അതാണ് പറഞ്ഞത്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ തണുപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ദൈവം തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ മടക്കി നൽകും. മറ്റൊരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 19:17, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. നമ്മൾ നെഞ്ചിലേറ്റേണ്ട ഒരു വാക്യമാണ്. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള ബാങ്കുകളെല്ലാം നമ്മ ഇന്ന് ഓടിച്ചിട്ട് പിടിച്ച് നമുക്ക് ലോൺ തരാൻ തയ്യാറാണ്. ഇന്ന് നമ്മുടെ ജീവിത ശൈലിയുടെ, ജീവിത രീതിയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് ലോണ്. കാരണം എന്തിനും ഏതിനും ലോണ് നമുക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് നമ്മുടെ രാജ്യത്തെ ബാങ്കുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ, ഒരു കല്ല് പെൻസിൽ വാങ്ങാൻ വരെ ലോൺ കിട്ടുന്ന ഒരു ലോകം. ഞാൻ പെൻസിൽ ഞാൻ അതിശയോക്തി പറഞ്ഞാണ് എന്ന് ഉദ്ദേശിച്ചാൽ, ഏറ്റവും നിസ്സാര കാര്യത്തിന് വരെ ലോൺ കിട്ടുന്ന ബാങ്കുകൾ, ലോണുകൾ ഇഷ്ടം പോലെ തരുന്ന, ലോണിന് വേണ്ടി നമ്മളെ ഓടിച്ചിട്ട് പുറകെ വിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അതിൽ നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും മിനിറ്റിന് തോറും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്തിനാണ് ഈ ബാങ്കുകളൊക്കെ നമുക്ക് ഈ ലോൺ തരുന്നത്? നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ പുഷ്ടി പ്രാപിച്ച് നമ്മൾ മിടുക്കരായി നമ്മൾ ഉന്നതരായി തീരാൻ വേണ്ടിയാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഗുണം അതിലൂടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ള സത്യമാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നുമില്ല. ബാങ്കുകളൊക്കെ നമുക്ക് ലോൺ തരുന്നത് ഇരട്ടി പലിശയും പലിശയുടെ കൂട്ടുസഹിതയും വാങ്ങി അവരുടെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാനാ. അതിന്റെ ഒരു നന്മ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. അതിന്റെ നന്മ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. എന്നാൽ ബാങ്കുകൾ നമ്മുടെ പുറകെ നടന്ന് നമുക്ക് ലോൺ തരുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം നമ്മുടെ കുടുംബം നന്നാകണമെന്നോ, നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പോകണമെന്നോ, ദരിദ്രരായ നമ്മൾ സമ്പന്നതയുടെ അത്യുച്ഛ കോടിയിൽ ജീവിക്കണമെന്നോ അല്ല. പലിശയും പലിശയുടെ സഹിതയും കൂട്ടുപലിശയും പിടിച്ച് അവരുടെ പ്രസ്ഥാനം വലുതാവാൻ വേണ്ടിയിട്ടാണ്.
എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളോട് വായ്പ ചോദിക്കുന്ന ദൈവമാണെന്നാണ് നമ്മളിവിടെ വായിച്ചത്. സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളായ ദൈവമക്കളിൽ നിന്ന് വായ്പ ചോദിക്കുന്നുണ്ട്. എന്തിനാ? എളിയവനോട് കൃപ കാട്ടുവാൻ. എളിയവനോട് കൃപ കാട്ടുവാൻ യഹോവയായ ദൈവം തന്റെ മക്കളായ ദൈവമക്കളിൽ നിന്ന് വായ്പ ചോദിക്കുക. അതാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ഹൃദയപൂർവ്വം കരുണ കാണിക്കാനുള്ള പ്രേരണ ദൈവാത്മാവ് നമ്മൾക്ക് ദൈവം തരുമ്പോൾ ദൈവമാണ് ആ പ്രേരണ തരുന്നത്. അപ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ട് എന്റെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടായാലും അനുകൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ടായാലും ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ദൈവം ആ പ്രവൃത്തിയെ കാണുന്നത് ഞാൻ ദൈവത്തിന് വായ്പ കൊടുത്ത ഒരു വ്യക്തിയായിട്ടാ. ദൈവത്തിന് വായ്പ കൊടുത്താലുണ്ടല്ലോ, ദൈവത്തിന് വായ്പ കൊടുത്താൽ ദൈവത്തിനൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന് വായ്പ കൊടുത്താൽ നമ്മൾ ഇവിടെ വായിക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം ചെയ്യും, പകരം കൊടുക്കും. നമുക്ക് പലിശയും കൂട്ടുപലിശയും അതിന്റെ ഇരട്ടി പലിശയും നൽകി അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹം നമുക്ക് നൽകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ എളിയവൻ നമ്മുടെ മുന്നിൽ നിലവിളിക്കുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് മകനെ മകളെ നീ അവനൊരു വായ്പ കൊടുക്ക്, അവന് നീ കൊടുക്കുന്ന വായ്പ എനിക്ക് വേണ്ടി തരുന്ന വായ്പയാ ഞാൻ സ്വീകരിക്കുന്നു, എന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് നന്മ ഞാൻ നൽകും. ദൈവമേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം നമ്മളിൽ നിന്ന് വായ്പ നമുക്ക് തരുന്നത് നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് വായ്പ ചോദിക്കുന്നത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാ, ദൈവം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് വിശ്വസിക്കാനായിട്ട് ദൈവമക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കഴിയുന്ന ഒരു വിഭാഗം ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. അവരിലൂടെയാണ് കരുണ ഇന്ന് ലോകത്തിലേക്ക്, ദൈവത്തിന്റെ കരുണ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഠിന ഹൃദയരായ കൂട്ടുകാരനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ചിന്താഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് സ്വാർത്ഥരായിട്ടാണ്. ദൈവം നമ്മെ കാണുന്നത് ദുഷ്ടഹൃദയത്തിന് ഉടമയായ കഠിന ഹൃദയരായിട്ടാണ്. എന്നാൽ നമുക്ക് നല്ലൊരു സമരിയക്കാരനെ പോലെ ജീവിക്കുവാൻ, മാത്രമല്ല മക്കതോനിയ വിശ്വാസികളെ പോലെ കരുണയുടെ ത്യാഗമുഖമുള്ളവരായി ജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമ്മോട് വായ്പ ചോദിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും കർത്താവെ എന്റെ കയ്യിൽ ഒന്നും തരാനില്ല എന്നുള്ള ഏറ്റുപറച്ചിൽ പറയാതെ വിധവയുടെ 2 ചില്ലിക്കാശിനെ അനുഗ്രഹിച്ചവനായത്, സാരഭാത്തിലെ വിധവ അല്പം മാവും എണ്ണയും ഉള്ളപ്പോൾ ആ മകന്റെ വിശക്കുന്ന മുഖം കണ്ടിട്ട് ആ മുഖം മറന്ന് ആദ്യമുണ്ടാക്കുന്ന അടയിലെ ഒരു അട സ്വന്തം കുഞ്ഞിനെ മറന്ന് ഒരു പരിചയവുമില്ലാത്ത ദൈവദാസന് നൽകിയ ആ വിധവയെ ആദരിച്ച ദൈവം. ചരിത്രം മാറി, കാലം മാറി, സാരഭാത്തിലെ വിധവ ഇന്നും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിധവയുടെ ചില്ലിക്കാശ് ഇന്നും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി എത്രയോ കോടീശ്വരന്മാർ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും പ്രസംഗിക്കപ്പെടാതിരിക്കുമ്പോൾ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീരാറായ ഒരു പിടി മാവ് അല്പ എണ്ണയും മാത്രം ബാക്കിയുള്ള ആ സ്ത്രീ ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. 2 കാശ് ദൈവത്തിന് കൊടുത്ത ചില്ലികൾ 2 നിൻ കൃപ തേടിയ ധന്യയിൻ പെൺകുടം നീ എന്ന് നമ്മൾ പാടുന്നത് ആ സ്ത്രീയെ കുറിച്ചാണ്. അതുകൊണ്ട് കരുണയുള്ളവരായി ജീവിപ്പാനായിട്ടാണ് കർത്താവ് നമുക്ക് കരുണ കാണിച്ചത്. കർത്താവ് കാണിച്ച കരുണ ഏറ്റവും വലുത് സുവിശേഷ വേലയിൽ നാം കാണിക്കണം. അതോടൊപ്പം തന്നെ ശരീരത്തിൽ കഷ്ടമനുഭവിക്കുന്നവരെയും നാം ഓർത്തുകൊള്ളണം. നല്ലൊരു സമരിയക്കാരനായി നമ്മൾ മക്കതോന്യ വിശ്വാസികളെ പോലെ വലിയ ത്യാഗനിർഭരമായി ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവം അത് നമ്മൾ വായ്പ കൊടുക്കുന്നവരായി കാണുകയും നാം ചെയ്ത പ്രവൃത്തിക്ക് ദൈവ പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാനിവിടെ പ്രസംഗിക്കുന്നത് കണ്ടക്ഷോഭമല്ല, ഒരു ചിന്ത പ്രസംഗിക്കുന്നതിന്റെ ആവേശത്തിലല്ല, അനുഭവിച്ചിട്ട് പറയുന്ന ഒരു കാര്യം. ഈ ദൈവം എത്ര വിശ്വസ്തൻ! ഈ ദൈവത്തെ പോലെ വിശ്വസിക്കുവാൻ, ഈ ദൈവത്തെ പോലെ ആരാധിക്കുവാൻ, ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ എത്രയോ കൃത്യമായി അത് നിറവേറുമെന്നുള്ളതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് ദൈവത്തെ ആസ്വദിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ, കരുണയുള്ളവരായി തീരാൻ ഈ ചിന്ത നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈ രാത്രി ഇങ്ങനെ വന്നതിൽ ഒരിക്കൽ കൂടി TBF-ന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രാത്രിയിൽ ദൈവനാമം എല്ലാ നിലയിലും വാഴ്ത്തപ്പെടട്ടെ. ദൈവനാമത്തെ